ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2009 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഡോക്ടർ ഇതുവരെയായി അനേകം വിലപ്പെട്ട ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. പുകവലിയും ഹോമിയോപ്പതിയും 2ാം ഭാഗം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ. സാറ് കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തോളൂ. സാറിന് ആരംഭിക്കാം. എന്നെ പഠിപ്പിച്ച സാർമാർക്കും അതുപോലെ ഡോക്ടർ ക്രിസ്ത്യൻ പട്രിക് സാമർഗന്മാരും എൻ്റെ നമസ്കാരം. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും ഇതിൻ്റെ മോഡറേറ്റേഴ്സിനും അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനും അതിൻ്റെ എല്ലാ സംഘാടകർക്കും ഇത്രയും നാടുകൾ അടുപ്പിച്ച് ഇടതടവില്ലാതെ നടത്തുന്നതിനുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇത് പുകവലിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയാണ്. ആദ്യം അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കും ഒരു ആദ്യ ഭാഗങ്ങളിൽ. അതിനുശേഷം അതിൻ്റെ മെഡിസിൻ ഏതൊക്കെയാണ് വരുന്നത്, അതിനോട് കൂടെ തന്നെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് കൂടെ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കേൾക്കാമോ? കേൾക്കാം സാറേ. ഓക്കെ. എന്നേലും ഇടയ്ക്ക് സ്പീഡ് കൂടുകയോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണം. ഇവിടെ ചിലപ്പം ഇത് റേഞ്ച് പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോകുമ്പം അത് കഴിയുമ്പം ഒന്നും പറയണം. പോയാൽ പറയാം സാർ. പുക നൽകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഡിസീസസ് ദാറ്റ് ഇറ്റ് കോസസ്, ദാറ്റ് ദി സ്മോക്കിംഗ് കോസസ്? ഒന്ന്, ബിക്കോസ് few people are still remaining in that. I can see some of the people are remaining. That is why I told in English that ഒന്ന് ക്യാൻസർ, 2 ഹൃദ്രോഗം, 3 ശ്വാസം മുട്ടൽ, 4 അൾസർ എന്നിവയാണ് പ്രധാന രോഗങ്ങൾ. പിന്നെയും മറ്റു പല രോഗങ്ങളും വരുത്തി വെച്ചേക്കാം. ക്യാൻസർ ഒന്ന്, പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനം ക്യാൻസറാണ്. ഇത് പറയുമ്പം പലരും പറയും പുകവലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നില്ലേ? പക്ഷേ അതിൻ്റെ 5 ഇരട്ടി 6 ഇരട്ടിയൊക്കെ കൂടുതലാണ് പുകവലിക്കുന്നവരിൽ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, പല പഠനങ്ങളും തെളിയിക്കുന്നത് എങ്ങനെയാണ്. അധികം മരണങ്ങളും ക്യാൻസർ പിടിപെട്ട് തന്നെ. അതിൽ തന്നെ ശ്വാസകോശ ക്യാൻസർ അത്ര മുഖ്യ സംഹാരകൻ. 2ാമത്തേത് വായിലെ ക്യാൻസറും. പുകവലിയിലെ ടാറാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അത് ശ്വാസകോശത്തിലെ നേരിയ വായുകോശങ്ങളിലും അതിൻ്റെ ഭിത്തിയിലും പറ്റിപ്പിടിച്ച് കോശങ്ങളുടെ വളർച്ചയിൽ ക്രമക്കേടുണ്ടാക്കും. 4 പോലുള്ള തിരികളിൽ പറ്റിപ്പിടിച്ച് അവയെ തമ്മിലൊട്ടിക്കും. പൊടിപടലങ്ങൾ തുടച്ചു മാറ്റാനുള്ള അവയുടെ കഴിവും നഷ്ടപ്പെടും. അവ തളർന്ന് നിർവീര്യമാകുന്നു. വായുസഞ്ചികളിൽ പൊടിപടലങ്ങളെയും അന്യപദാർത്ഥങ്ങളെയും അടിഞ്ഞുകൂടി രോഗമുണ്ടാക്കുന്നു. കോശങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ച് ക്യാൻസർ ആകുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ക്യാൻസർ സെല്ലുകൾ രക്തത്തിലും ലിംബിക്കലെല്ലാം കടന്ന് അവ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തും. രോഗം പരിശോധിച്ച് നിർണയിക്കുമ്പോഴേക്കും അത് വ്യാപിച്ച് നിയന്ത്രണാതീതമായി കഴിഞ്ഞിട്ടുണ്ടാകും. വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇന്ന് ശ്വാസകോശ ക്യാൻസർ 95% മാരകമായി നിലകൊള്ളുകയാണ്. ഭീകര സംഹാരി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. ശ്വാസകോശാർബുദം ബാധിച്ച 20 പേരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെടാറുള്ളൂ.
അപ്പൊ അതിൽ ശകലം കൂടെ കൂടിയിട്ടുണ്ട്. ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വലിക്കാത്തവരെക്കാൾ 5 ഇരട്ടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലി കൂടുന്തോറും രോഗസാധ്യത കൂടുതലാണ്. വലിക്കുന്ന സിഗരറ്റിന്റെ എണ്ണം പോലെ തന്നെ വലി തുടങ്ങുന്ന പ്രായവും വളരെ പ്രധാനപ്പെട്ട കാര്യമത്രേ. എത്ര ചെറുപ്പത്തിലെ പുകവലി തുടങ്ങുന്നുവോ അത്രയും നേരത്തെ ശ്വാസകോശ ക്യാൻസർ രോഗിയായി തീരും. വലി ശീലമാക്കുന്ന ഇന്നത്തെ യുവാക്കൾ യുവത്വം വിട്ടൊഴിയുന്നതിന് മുമ്പേ 40കളിലോ ആദ്യ 50കളിലോ രോഗിയായിത്തീരും. രോഗാതുരമായ യുവത്വം ഇതിന്റെ പ്രത്യേകതയായിരിക്കും. മയക്കുമരുന്നും പുകവലിയുമാണ് ഇതിന്റെ മുഖ്യ കാരണം. കേരളത്തിൽ പെണ്ണുങ്ങളെക്കാൾ 8-10 ഇരട്ടി ആണുങ്ങൾക്കാണ് ശ്വാസകോശാർബുദമുള്ളത്. പുകവലിയാണ് കാരണമെന്നതിന് തെളിവാണിത്. കേരളത്തിൽ സ്ത്രീകൾ പുകവലിക്കുക തീരെ വിരളമാണ്. എന്നാലും ചിലരൊക്കെ വലിക്കുന്നത്, ഇന്നത്തെ യുവതലമുറകൾ പലരും വലിക്കുന്നതായിട്ട് കാണാറുണ്ട്. രോഗത്തിന്റെ നിലവാരമെടുത്താൽ നിരാശാജനകം അത്രേ. UK-യിൽ 38 ശ്വാസകോശ ക്യാൻസർ പുകവലി കൊണ്ടാണ് അത്രേ. 1960-കളിൽ അവിടെ ആണുങ്ങളിൽ ഈ രോഗം 6 ഇരട്ടിയും പെണ്ണുങ്ങൾ 5 ഇരട്ടിയുമായി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി. അതും 40 വയസ്സിന് താഴെ യുവജനങ്ങൾക്ക്. ആഫ്രിക്കയിലെ സ്ഥിതി മറ്റൊന്നല്ല. ഹോങ്കോങ്ങിലാണ് ഇത് ഏറ്റവും കൂടുതൽ. ചൈനയിൽ 1961-75 കാലത്ത് ശ്വാസകോശ ക്യാൻസർ ഇരട്ടിയായി. ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമുള്ള ചൈനക്കാരുടെ ഇടയിലെ ശ്വാസകോശ ക്യാൻസർ 80% സിഗരറ്റ് വലി കൊണ്ട് തന്നെ. വായിലെ ക്യാൻസറിന് കവിൾവാർപ്പ് എന്ന് പറയാറുണ്ടല്ലോ. വെറ്റില മുറക്കാരാണ് പ്രധാന കാരണം. ഇവിടെ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ ഈ പുകയിലയും ഈ ചുണ്ണാമ്പും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചു ഇട്ടിട്ട് വായിലോട്ടിട്ടിട്ട് ഇങ്ങനെ ചവച്ചോണ്ട് നടക്കും. മിക്കവാറുടെയും പരിപാടി അതാണ്. അത് തീർച്ചയായിട്ടും ക്യാൻസറിനുള്ള കൂടുതൽ സാധ്യതയാണ്. ഇവിടെ നാട്ടിലുള്ളവർക്ക് അറിയാവുന്ന അറിയത്തില്ല. ഇപ്പം ഈ ബംഗാളികളും ഹിന്ദിക്കാരും ഒക്കെ വരുന്നതുകൊണ്ട് അവർ ഈ പരിപാടി ചെയ്യുന്നത് പലർക്കും കണ്ട് മനസ്സിലായി കാണുന്നു. ആഫ്രിക്കയിലെ സ്ഥിതി മറ്റൊന്ന്. ഹോങ്കോങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ചൈനയിൽ 63-75 കാലത്ത് ശ്വാസകോശ ഇരട്ടിയായി. ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമുള്ള ചൈനക്കാരുടെ ഇടയിലെ ശ്വാസകോശ ക്യാൻസറിൽ 80% സിഗരറ്റ് വലി കൊണ്ട് തന്നെ. വായിലെ ക്യാൻസറിന് കവിൾവാർപ്പ് എന്ന് പറയാറുണ്ടല്ലോ. വെറ്റില മുറക്കാണ് പ്രധാന കാരണം. വലിയും ഇന്നിപ്പം വെറ്റില മുറക്ക് നാട്ടിൽ സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വല്യച്ഛൻ വല്യമ്മച്ചി എല്ലാം സ്ഥിരം എല്ലാ വീട്ടിലും കോളാമ്പി ഉണ്ടായിരുന്നു. എല്ലാവരും ഊണ് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് മുറുക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ മദന ക്യാൻസറിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം കാര്യമായി കാണുന്നില്ല. വെറ്റില പുകയില മുറക്ക് 2 കൂട്ടരും ഏതാണ്ട് ഒരുപോലെയാണ്. ചെറുപ്പക്കാർ അധികവും പുകവലിയാണ്. മൂക്കിൽ പൊടി വലിയും പുകവലി പോലെ തന്നെ ആണുങ്ങളുടെ ഇടയിലാണ് കൂടുതൽ. അതും കൂടുതൽ പുരുഷന്മാർക്ക് ശ്വാസകോശാർബുദം കണ്ടുവരുന്നതിന്റെ മറ്റൊരു കാരണമാണ്. അപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പൊടിവലിക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്ന് അത്ര കാണുന്നില്ല. ക്യാൻസർ ഇന്ന അവയവത്തിലെ ആകാവൂ എന്നില്ല. തൊണ്ട, അന്നനാളം, ശ്വാസകോശം, വൃക്കകൾ, മൂത്രസഞ്ചി, പാൻക്രിയാസ് തുടങ്ങിയ ഇതര അവയവങ്ങളിൽ ക്യാൻസർ വരാം. അടുത്തത് ഹൃദ്രോഗം. ഹൃദയസ്തംഭനവും ആഘാതവും ഹൃദയ സംബന്ധമായ മറ്റു രോഗങ്ങളും ഇതിൽപ്പെടും. പുകവലിക്കുന്നവരുടെ ഇടയിൽ ഹൃദ്രോഗം കൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് പുകവലിക്കാത്തവരുടെ ഉള്ളതിനേക്കാൾ 70% കൂടുതലാണ് അത്രേ. ഹൃദയസ്തംഭനം മൂലം പെട്ടെന്നുള്ള മരണം വലിക്കാത്തവരെ അപേക്ഷിച്ച് 5 ഇരട്ടി കൂടുതലാണ്. പാശ്ചാത്യ നാട്ടിൽ 30% മരണങ്ങൾ ഹൃദയസ്തംഭനം മൂലമാണത്രേ. പാശ്ചാത്യരെക്കാൾ കൂടുതൽ കേരളീയ യുവാക്കൾ ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുക. കാരണം പുകവലിയാണെന്നുള്ള സ്പഷ്ടം. 45 വയസ്സിന് താഴെയുള്ള പുകവലിക്കാർക്ക് ഹൃദയസ്തംഭനം കൊണ്ട് പെട്ടെന്നുള്ള മരണസാധ്യത വലിക്കാത്തവരുടെ 15 ഇരട്ടിയാണ്. ഇന്ത്യയിലും ചൈനയിലും ഫിലിപ്പീൻസിലും ഹൃദ്രോഗങ്ങളുടെ പ്രധാന കാരണം പുകവലി തന്നെ.
ഹൃദ്രോഗം കൂട്ടുന്നത് പുകവലിയിലെ നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡും അത്ര. നിക്കോട്ടിൻ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിച്ച് ഹൃദയത്തിന്റെ ജോലിഭാരം കൂട്ടും. കാർബൺ മോണോക്സൈഡ് ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം കുറയ്ക്കും. ഹൃദയത്തിലെ ആർട്ടറികളിലും രക്തക്കുഴൽ ഭിത്തികളിലും കൊഴുപ്പ് വസ്തുക്കൾ അടിഞ്ഞുകൂടും. രണ്ടും കൂടി രക്തത്തിന്റെ ഒട്ടൽ കൂട്ടും. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടിയായും ഉറഞ്ഞും ഹൃദയസ്തംഭനമുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാറേ. ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ രക്തം കട്ടിയായും ഉറഞ്ഞും ഹൃദയസ്തംഭനമുണ്ടാകും. ഹൃദയത്തിന്റെ വർദ്ധിച്ച ജോലിഭാരവും 24 മണിക്കൂറിൽ 10,000 പ്രാവശ്യം കൂടുതൽ. പെട്ടെന്നുള്ള ഇടിപ്പും ഉയർന്ന രക്തസമ്മർദ്ദവും രക്തത്തിൽ കൊളസ്ട്രോളിന്റെ കൂടിയ അളവും രക്തക്കുഴലിലുള്ള ചുരുങ്ങലും രക്തത്തിൽ പ്രാണവായുവിന്റെ കുറവും എല്ലാം ഹൃദ്രോഗം ഉളവാക്കുന്നു. വലി നിർത്തുകയാണ് ഉത്തമം. അറ്റാക്ക് വന്ന ശേഷമാണെങ്കിലും നിർത്തുക. പിന്നെ അറ്റാക്ക് വരാതിരിക്കാൻ സഹായിക്കും. രക്തസമ്മർദ്ദമോ കൊളസ്ട്രോളോ കൂടുതലുണ്ടെങ്കിൽ, പ്രമേഹരോഗിയാണെങ്കിൽ പുകവലിക്കാതിരിക്കുക. ജീവിതം മടുപ്പായില്ലെങ്കിൽ വലി ഉപേക്ഷിക്കുക. മടുപ്പായെങ്കിൽ മാനസിക സഹായത്തിന് മനഃശാസ്ത്രജ്ഞനെയാണ് കാണേണ്ടത്, അല്ലാതെ പുകവലിക്കുകയല്ല. രക്തക്കുഴലുകളോട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാം. രക്തത്തിലെ ഓട്ടവും കൊഴുപ്പും കൂടി കട്ടയാകാം. രക്തക്കുഴലിലൂടെ ഉൾഭിത്തികളിൽ കൊഴുപ്പ് കൂടി വ്യാസം കുറയും. കൊഴുപ്പ് മാത്രമല്ല, നിക്കോട്ടിനും വന്നിട്ട് അത് അവിടെ കൊണ്ട് നമ്മളിപ്പോ ഒരു സിഗരറ്റ് എടുത്തവരുടെ ബീഡി വലിച്ചിട്ട് ഒരു വെള്ള വസ്ത്രത്തിൽ ഊതിയാൽ അവത്തിൽ ഒരു സൈസ് കറ കാണും. അതെല്ലാം കൂടി നമ്മളല്ലെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പുകവലിക്കാരുടെ ഉണ്ട്. നമ്മൾ അനാട്ടമിയൊക്കെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. പുകവലിക്കാരുടെ ആണെങ്കിൽ കറുത്തിരിക്കും, ശ്വാസകോശം എല്ലാം ഒരുമാതിരി. രക്തസമ്മർദ്ദം കൂടും. ചിലർക്ക് തലച്ചോറിന്റെ രക്തക്കുഴലുകളിൽ അഴുക്ക് നിറഞ്ഞ അവയെ അടയുകയോ രക്തപ്രവാഹം കുറയുകയോ ചെയ്യും. ആവശ്യത്തിന് രക്തം ചെല്ലാത്തത് കൊണ്ട് ശരീരഭാഗങ്ങൾ തളർന്ന് മരവിച്ച് പോകാം. രക്തക്കുഴലുകൾ കട്ടിയായി മരവിച്ചും ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന രോഗമാകാം. തലച്ചോറിന്റെ ആർട്ടറികളിലായിരിക്കും രോഗബാധ. രക്തം ശരീരത്തിലേക്ക് വേണ്ടത്ര എത്താത്തത് കൊണ്ട് തളർച്ചയും മരവിപ്പും ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഉണ്ടാകും. കൈകാലുകളിലും കാലിന്റെ കാഫ് മസിലിലും വേദനയുണ്ടാകും. ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കാലിന് വേദനയാകും. വെറുതെ ഇരിക്കുമ്പോഴും കാൽവിരലുകളിൽ വേദനയുണ്ടാകാം. കേരളത്തിൽ ഏറെ യുവജനങ്ങൾക്ക് ഈ രോഗമുണ്ട്. നടക്കുമ്പോൾ കാൽവേദനയാണ് പരാതി. ചികിത്സ അത്ര ഫലിക്കാറില്ല എന്നത്ര ആശുപത്രി റിപ്പോർട്ടുകൾ കാണിക്കുന്നു. അവസാനം കാൽ മുറിച്ച് കളയേണ്ടി വരുന്നു. ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ്, അതായത് TAO എന്ന ഈ രോഗം പുകവലിക്കാരുടെ പ്രത്യേകതയാണ് അത്ര. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മറന്നു. ഞാൻ ഒരിക്കൽ ഒരു പേഷ്യന്റിനെ ഈ ATO ആയിട്ട് വന്നു. ലെഫ്റ്റ് സ്മോൾ ടോയിലാണ് വന്ന്, ചെറുവരലിന്റെ. അയാൾ വന്നൊരു കൃഷിക്കാരനാണ്. അയാൾ ഇഞ്ചി കൃഷി ചെയ്യുക, പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി ചെയ്യുക. അത് നല്ല ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പക്ഷെ അയാളുടെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ വന്ന പല ഒരുപാട് ദൂരെ നിന്ന് വരുന്നയാളാണ്. അന്നേരം ഞാൻ വയനാട്ടുകാരൻ. ഞാൻ അയാളെ വിളിച്ച് ചോദിച്ചു വരട്ടെ എന്ന് ചോദിച്ചു. അയാൾ വന്നു കഴിഞ്ഞപ്പം അയാൾ അകത്തോട്ട് കയറി. വന്നു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ഞാൻ ചികിത്സിക്കല്ലോ പൊക്കോളാൻ. എന്നാലും ചോദിച്ചാൽ അതിനാണ് ചികിത്സ സിഗരറ്റ് വലിച്ചോണ്ട് എൻ്റെ കൺസൾട്ടിങ് റൂമിലോട്ട് കയറി. ഞാൻ പറഞ്ഞു, എന്നെ ഒരാൾ വെളിയിൽ പോയിട്ട് ചോദിച്ചു, വരാൻ പറഞ്ഞ ഇപ്പം എന്നെ പറ്റിയതാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, തനിക്ക് ഈ സിഗരറ്റ് മരുന്ന്. ഒരാളുടെ പോക്കറ്റിൽ 2 പാക്കറ്റ് കിടക്കുക. വീണ്ടും നമുക്കിങ്ങനെ കാണാം. പാൻറ്റിന്റെ പോക്കറ്റിലുണ്ട്, ഷർട്ടിന്റെ പോക്കറ്റിൽ 2 പാക്കറ്റ് കിടപ്പുണ്ട്. പാൻറ്റിന്റെ പോക്കറ്റിൽ 3 പാക്കറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ. ഒരാൾ പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലി നിർത്തിയാൽ ഡോക്ടർ ചികിത്സിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചികിത്സിക്കുമോ. അങ്ങനെ ഞാൻ അയാളെ ചികിത്സിച്ചു. ഞാൻ സിംറ്റംസ് എല്ലാം വെച്ചപ്പം ടോട്ടാലിറ്റി വെച്ചിട്ട് റെപ്പർട്ടൈസ് ചെയ്തപ്പോൾ ഡാക്കസിസ് കിട്ടിയത്. ഡാക്കസിസ് 0/3 കണ്ടിന്യൂസ് കൊടുത്തു.
ഞാൻ പറഞ്ഞു കുറവില്ലെങ്കിൽ ഒരാഴ്ചക്കകം വരണമെന്ന്. പക്ഷേ ഒരാഴ്ചക്കകം തന്നെ അയാൾ വന്നപ്പം അയാൾ വേദന പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ആംബുട്ടേറ്റ് ചെയ്യാനിരുന്നതാ, ആംബുട്ടേറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ഒരുപാട് കേസുകൾ എനിക്കതുപോലെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ATO അത് നമ്മുടെ ഹോമിയോപ്പതി മരുന്നിനും മാത്രം ഈ കാല് മുറിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പല മരുന്നുകളുണ്ട്. അപ്പൊ അതിലോട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം ഇത് പകുതി ആയി നിർത്തേണ്ടി വരും. അതുകൊണ്ട് അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഏതായാലും നമുക്ക് ഒരുപാട് നല്ല മരുന്നുകൾ അതിനോ മറന്നു പോകാതിരിക്കാണ് ഈ ഇടയ്ക്ക് കയറി പറഞ്ഞത്. തലകറക്കവും താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടലും ബ്ലാക്ക് ഔട്ട് ചിലർക്ക് അനുഭവപ്പെട്ടേക്കാം. രക്തം കട്ടയായി ത്രോംബോസിസ് എന്ന രോഗമാകാം. രക്തപ്രവാഹം കുറഞ്ഞ് പ്രാണവായു കിട്ടാതെ ശരീരത്തിൽ ചില ഭാഗങ്ങളിലെ മാംസപേശികൾ ചത്തുപോയിട്ട് ട്രൈഗാംഗ്രീൻ എന്ന രോഗാവസ്ഥയും ആകാം. ശുദ്ധരക്തക്കുഴലുകളിൽ, അതായത് ആർട്ടറീസ്, പഴുപ്പുണ്ടാകാറുണ്ട്. ചുരുക്കമായി അശുദ്ധ രക്തക്കുഴലുകളിലും വെയിനിൽ ഇത് ഉണ്ടാകാം. രക്തക്കുഴലിൽ രക്തം കട്ടയാകുന്ന രക്തചംക്രമണം തടസ്സപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ചെറിയ സ്പീഡ് കൂടുന്നുണ്ട് എന്നാ പിന്നെ കുറച്ചേക്കാം. ഇപ്പൊ. ഞാൻ പറഞ്ഞു വരുമ്പം അങ്ങനെ അങ്ങ് പോകും. അട്ടിമറി ഈ ആർട്ടറി പ്രാണവായു കടന്ന് ശുദ്ധരക്തം എത്തിക്കുന്ന അവയവമാണല്ലോ. കടകളോ പ്രാണവായു കിട്ടാതെ വിശന്ന് ചത്തുടുന്നു. വെയിനിൽ രക്തം കട്ടയായാൽ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചെത്തില്ല. രക്തം ഹൃദയത്തിലേക്ക് പോകാതെ കെട്ടിക്കിടക്കുന്ന കലകളെ നീർക്കെട്ടും അത് തടിച്ചു തീർക്കും. നീരും വരും. ഏതവസ്ഥയിലും ഏതഭയത്തിലും വരാം. എങ്കിലും ഇത്തരം നീര് കാലിലാണ് സാധാരണ വരാറുള്ളത്. ഇതിന് ഊർജൻ രോഗം അല്ലെ ബർജേഴ്സ് ഡിസീസ് എന്നും പറയും. ലക്ഷണങ്ങൾ ശരീരഭാഗത്ത് ആശ്രയിച്ചിരിക്കും. സാധാരണയായി കാല് തണുപ്പും വേദനയും ഉണ്ടാകും. ചില സമയത്ത് ചൂടും നീരും ഉണ്ടാകും. ആർട്ടറി ആണെങ്കിൽ വ്രണമോ പേശി ചത്തുപോയി ഗാംഗ്രീൻ എന്ന രോഗവും ആകാം. അവസാനം കയ്യോ കാലോ മുറിച്ച് കളയേണ്ടി വരും. പുകവലി നിയന്ത്രിക്കുകയോ നിർത്തുകയോ ചെയ്യുന്നതാണ് ഉത്തമം. ഇതെന്താണ് ഇതിന്റെ ദോഷഫലം? ഇനി അടുത്തത് അൾസർ. ഇപ്പൊ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പം നല്ലപോലെ കുറഞ്ഞു. അത് ഇത് പറഞ്ഞു വരുമ്പം അതങ്ങനെ അങ്ങ് ആയിപ്പോന്ന അൾസർ. പുകവലിയുടെ ഫലമായി ആമാശയത്തിലും കുടലിലും വ്രണങ്ങൾ ഉണ്ടായി അൾസർ രോഗമായി തീരും. വലിക്കാർക്കും ഒരിക്കലും വലിക്കാത്തവരെക്കാൾ വലി തഴക്കമായിരുന്നിട്ട് പിന്നീട് നിർത്തിയവർക്കും പെപ്റ്റിക് അൾസർ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ദഹനവ്യൂഹങ്ങളിൽ ഉണ്ടാകുന്ന അധിക അമ്ലങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ട ബൈകാർബണേറ്റുകളുടെ ഉത്പാദനം പുകയില നിക്കോട്ടിൻ തടസ്സപ്പെടുത്തും. വെള്ളവും ബൈകാർബണേറ്റുകളും ആവശ്യത്തിൽ ലഭ്യമാകില്ല. അപ്പോൾ അമ്ലങ്ങൾ ആമാശയത്തിന്റെയും കുടലുകളുടെയും ഉൾഭിത്തികളിൽ പ്രവർത്തിച്ച് മുറിവേൽപ്പിക്കും. അത് തുടർന്ന് വ്രണമായി അൾസറായി രോഗമായി മാറും. അതായത് ചിലപ്പം സിംറ്റംസ് ഒന്നും കാണുകയില്ല. ഇതിന്റെ പ്രധാന സിംറ്റം ചിലപ്പം ബ്ലീഡിങ് ഗാസ്ട്രിക് അൾസർ ഉണ്ടാകും. ബ്ലീഡിങ് ഗാസ്ട്രിക് അൾസർ ആണെങ്കിൽ മലം കറുത്തായിരിക്കും പോകുന്നത്. അത് 2 ആഴ്ച വിറ്റമിനും അയണും ഒന്നും കഴിക്കാതിരുന്നിട്ട് മലം പരിശോധിച്ചാൽ ഒക്കൽറ്റ് ബ്ലഡ് കാണും. അപ്പൊ അങ്ങനെ കണ്ടാൽ നമ്മൾ ഗാസ്ട്രോസ്കോപ്പി ചെയ്താൽ തീർച്ചയായിട്ടും അന്നേരം നമുക്ക് മനസ്സിലാകും ബ്ലീഡിങ്. പല ആൾക്കാരിലും ബ്ലീഡിങ് കാണാം. ഇതുകൊണ്ട് മാത്രമല്ല, പല മരുന്നുകൾ കൊണ്ടും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ മോളടിക്കുന്നവർക്കും, അതായത് വെള്ളം അടിക്കുന്നവർക്കും, അങ്ങനെ പല കണ്ടീഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല കണ്ടീഷനും ഉണ്ടാകാം. എന്നാൽ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുകവലി കൊണ്ട് ഗാസ്ട്രിക് അൾസർ ഉണ്ടാകും. ശ്വാസം മുട്ടൽ, ശ്വാസകോശാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണകാരണം എംപൈസിമ എന്ന ശ്വാസമുട്ടൽ രോഗം മാത്രമേ. കൂടെ തീരാത്ത ബ്രോങ്കൈറ്റിസും ഉണ്ടാകാം. ശ്വാസകോശത്തിലുള്ള
വായുപ്രവാഹം തടസ്സപ്പെടുന്നു. ശ്വാസനാളങ്ങളും വായുസഞ്ചികളും ചുരുങ്ങി വായുപ്രവാഹം ബുദ്ധിമുട്ടാകും. ശ്വാസകോശത്തിന്റെ വികാസന സാധ്യതയും കാര്യക്ഷമതയും ഗണ്യമായി കുറഞ്ഞു പോകും. വായു കൈമാറ്റം ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന പ്രക്രിയ നടക്കുന്ന ആൽവിയോളൈ എന്ന വായുസഞ്ചികൾ പ്രവർത്തനരഹിതമാകുന്ന അവയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുകയോ ചെയ്യുന്നു. ആദ്യ ലക്ഷണം ശ്വസനം ചുരുങ്ങലാണ്. ചെറിയ ശ്വാസത്തോടെ ശക്തിയായ ചുമയുണ്ടാകാം. ബ്രോങ്കൈറ്റിസും കൂടെ വരാം. ചുമയും ജലദോഷവും കൂടിച്ചേർന്നാകാം തുടക്കം. എംഫൈസിമ കൊണ്ടുള്ള മരണസാധ്യത പുകവലിക്കുന്നവർക്ക് വലിക്കാത്തവരെ അപേക്ഷിച്ച് 6 ഇരട്ടിയാണ്. വലിക്കാത്തവർക്ക് ഈ രോഗം വളരെ വിരളമത്രേ. ശ്വാസകോശ തടസ്സം മൂലമുള്ള മരണങ്ങളിൽ 90% പുകവലി കൊണ്ടുണ്ടാകുന്നതാണ്. ശ്വാസകോശ ക്യാൻസർ പോലെ തന്നെ പുകവലിയുടെ അളവും കാലയളവും എംഫൈസിമയുടെ കാഠിന്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തത് ബ്രോങ്കൈറ്റിസ്. തുടർച്ചയായി വിട്ടുമാറാത്ത നിൽക്കുന്ന ബ്രോങ്കൈറ്റിസിന് ആണിത്. ശ്വാസകോശങ്ങളിൽ പഴുപ്പും കുഴലുകളിൽ വീക്കവും ഉണ്ടാകും. ആദ്യ ലക്ഷണം രാവിലത്തെ ചുമയാണ്. അതോടുകൂടെ കഫം തുപ്പും. പുകവലിക്കാർ അതത്ര കാര്യമാക്കാറില്ല. ഞാൻ ഇതിപ്പം എന്നും ഇവിടെ ഒരു കെട്ടിടം പണിയുന്നുണ്ട് എൻ്റെ ഫ്ലാറ്റിനടുത്ത്. എന്നും രാവിലെ ഒരാൾ ചുമക്കുന്ന കേൾക്കാം. ഒരു 4 മണിയാകുമ്പം തുടങ്ങും. നിർത്താതെയുള്ള ചുമയാണ്. ഞാൻ അന്നേരം അയാൾ ജോലി ചെയ്യുമ്പം പകരം ജോലി ചെയ്യുമ്പം നോക്കും, അയാളുടെ ചുണ്ടയിൽ എപ്പോഴും ഒരു വീഡിയോസ് കിട്ടുക എന്തെങ്കിലും കാണും. അത് വെച്ചോണ്ടായത് പണിയെടുക്കുക. എന്നാലും അയാൾ നിർത്തുകയല്ല. പിന്നെ നമ്മുടെ അടുത്ത് വരാത്തോളം കാലം നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് കണ്ടുവെക്കുമ്പം ഏതൊക്കെ മരുന്ന് വരുന്നെന്ന് ഞാൻ ചുമ്മാ അന്നേരം തപ്പി വെക്കും. എവറി മോർണിംഗ് അഗ്രവേഷൻ 4 to 6 o'clock. പുകവലി അതത്ര കാര്യമാക്കാൻ സാധാരണ ചുമയായിട്ടേ കരുതാറുള്ളൂ. കാലക്രമത്തിൽ കഫം കൂടി വരും. ചുമ ദിവസവും മുഴുവനായും ശ്വാസരാഹിത്യമോ ശ്വസന വൈഷമ്യമോ ക്രമേണ കൂടി അസഖ്യമായി തീരും. ചുമ വലിക്കാരുടെ കൂടപ്പിറപ്പായി എന്നും ഉണ്ടാകും. ഈജിപ്തിലെ ഒരു പഠനത്തിൽ ബ്രോങ്കൈറ്റിസ് രോഗികളിൽ 89% പുകവലിക്കാരായിരുന്നു എന്ന് കണ്ടു. പെണ്ണുങ്ങളും കൂടെ വലിച്ചാൽ, പെണ്ണുങ്ങളും വലി തുടങ്ങിയാൽ സമൂഹത്തിന്റെ ഭാവി അപകടത്തിലാകാതെ ഗത്യന്തരമില്ല. പാശ്ചാത്യ ലോകത്ത് സ്ത്രീകൾക്കും പുകവലി നിഷിദ്ധമല്ല. ഇന്ന് നമ്മുടെ നാട്ടിലും ചെറുപിള്ളേരും മുതൽ പഠിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ നാട് അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മദാമ്മയെ അനുകരിച്ച് ഫാഷന്റെ പേരിൽ ഭാരത സ്ത്രീകൾ അത് തുടങ്ങാതിരുന്നാൽ ഇളം തലമുറയ്ക്ക് ഭാഗ്യം. വലിക്കുന്നവരുടെ കുട്ടികൾക്ക് 120 മുതൽ 200 ഗ്രാം വരെ തൂക്കം കുറവായിരിക്കും. വലിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭാലസൻ, അതായത് അബോർഷൻ, വലിക്കാത്തവരുടെ ഇരട്ടിയായിരിക്കും. മാസം തികയാത്ത പക്വമാകാതെയുള്ള ജനനം, ശിശുമരണം, വിഷമപ്രസവങ്ങൾ, രക്തസ്രാവം, വളരെ നേരത്തെ തണ്ണീർക്കുളം പൊട്ടൽ എന്നിവ വലിക്കാരായ സ്ത്രീകൾക്ക് കൂടുതലത്രേ. അവർക്ക് മുലപ്പാലിന്റെ അളവും തീരെ കുറവായിരിക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ചയിൽ മാന്ദ്യവും വൈകല്യവും കടന്നുകൂടും. നെഞ്ചുരോഗം കൂടിയിരിക്കും. പുകവലിയും ഗർഭനിരോധന ഗുളികകളും കൂടെയായാൽ ഹൃദ്രോഗം എളുപ്പം പിടികൂടും. ഉയർന്ന രക്തസമ്മർദ്ദമോ കൊളസ്ട്രോളോ പ്രമേഹമോ കുടുംബത്തിൽ ഹൃദ്രോഗ പാരമ്പര്യമോ ഉണ്ടെങ്കിൽ അപകടം ഏറിയിരിക്കും. പുകവലിക്കുന്ന സ്ത്രീകൾക്കാണ് വലിക്കാത്തവരെക്കാൾ കൂടുതൽ ഗർഭാശയ ക്യാൻസർ കണ്ടുവരാറുള്ളത്. സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ പൊടിയും വലിയും മയക്കുമരുന്നും അകറ്റി നിർത്തേണ്ടി വരും. പടകുപോലെ വെളുത്ത പല്ലുകൾ ആകർഷണമത്രേ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആണത്. വലിയും മുറുക്കും പല്ലുകളുടെ നിറം മങ്ങിപ്പോകാനിടയാകും. മഞ്ഞച്ചും ചുവന്നും കറുത്തും കറപിടിച്ചും പല്ലുകൾ വൃത്തികേടാകും. ദുർഗന്ധവും വമിക്കും. വായി തുറന്നാൽ എന്തോ അരോചകത്വം. ചുണ്ടു കറുത്ത് വിലക്ഷണമാകും. ലിപ്റ്റിക്ക് ഉപയോഗിച്ചാലും ഏറെ നേരം ഇരിക്കില്ല. കൈവിരലുകളുടെ കറുപ്പ് മങ്ങി അനാകർഷകമാകും. കാലിഫോർണിയയിലെ ഡോക്ടർ
ഡാനിയലിന്റെ ഗവേഷണഫലം ശ്രദ്ധേയമാണ്. മുഖത്തെ ചുളിവും പുകവലിയും തമ്മിൽ എല്ലാ പ്രായക്കാരിലും ബന്ധപ്പെട്ടതായി അദ്ദേഹം കണ്ടെത്തി. പുകവലി മുഖത്ത് ചുളിവും തൊലി ഞരണ്ട് ഉടലുമുണ്ടാകും. നിക്കോട്ടിൻ ചെറിയ രക്തക്കൊഴികളെ ചുരുങ്ങാൻ കാരണമാക്കും. അപ്പോൾ പേശികളിൽ അയവും തൊലികളിൽ ചുളിവുകളുമുണ്ടാകും. ത്വക്കിലെ കടകൾ ദ്രവിച്ചും നശിച്ചും നഷ്ടമാകും. വടിവാകാത്ത ശരീരവും തുളച്ച മുഖവും ചുളിഞ്ഞു മങ്ങിയ വിരൂപമാകും. മാംസപേശികളിൽ മടക്കു വീഴും. മുഖത്തെ ചുളിവും ഹൃദയസ്തംഭനവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്തെ ആഴമായ ചുളിവുകൾ ഗൗരവമായി കരുതേണ്ട ലക്ഷണങ്ങൾ അത്ര. ഹൃദയസ്തംഭനം ഉണ്ടാകാം എന്ന മുന്നറിയിപ്പാണിത്. ചൂഷണം. വനിതാ വിമോചന പ്രസ്ഥാനം സ്ത്രീകളെ പുകവലിക്കുന്ന പ്രേരിപ്പിക്കുന്നു. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്നറിയില്ല. വനിതകൾ വളരണം, മിടുക്കും മോടിയും ചുറുചുറുക്കും കാര്യക്ഷമതയും പുലർത്തണം. ഉദ്യോഗക്കയറ്റം നേട്ടങ്ങൾക്ക് അവർക്ക് ഉണ്ടാകണം. അതിന് വലി വേണം പോലും. നേട്ടങ്ങളും അവർക്കുണ്ടാകണം. മിടുക്ക് കാണിക്കാൻ വേണ്ടി വലിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പുകവലി മിടുക്കിന്റെ ലക്ഷണമാണോ? ആണത്തം കാണിക്കാനോ ആണ് ആണുങ്ങൾക്കൊപ്പം ആകാനാണോ പുകവലിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകാം. എന്ത് ചെയ്യാൻ? മടിക്കാത്ത ആണത്തമല്ല, ലാളിത്യവും സ്നേഹവും സ്വഭാവശുദ്ധിയുമുള്ള ശ്രൈണഗുണങ്ങളാണ് സ്ത്രീകൾക്ക് ഭൂഷണവും ആകർഷണീയം. ആണത്തം പ്രകടിപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ആകാറില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ത്രീ ആണത്വം പ്രകടിപ്പിക്കുമ്പോൾ സ്വയം ഒറ്റിക്കൊടുക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്നവർ സ്ത്രീ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പേരിൽ പെണ്ണിനെ വിറ്റ് കാശാക്കുകയാണത്രേ. അത് മോചനമല്ല, ചൂഷണമാണ്. അത്തരം ചൂഷണങ്ങൾക്കും കച്ചവടക്കും വിൽപ്പനച്ചരക്കായി സ്വയം വിട്ടുകൊടുക്കണമോ എന്ന് ബുദ്ധിയും വിവേകവും അന്തസ്സും അഭിമാനമുള്ള സ്ത്രീജനങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ്. തങ്ങൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം മാരക രോഗങ്ങൾക്കും അല്പായുസിനും അകാല ചരമത്തിനും തീരാത്ത കലഹത്തിനും തോരാത്ത കണ്ണുനീരിനും അടിയറ വെക്കണം. വേണ്ടെങ്കിൽ ലഹരി വസ്തുക്കൾ വർജിക്കും. സാമൂഹ്യ സമ്മർദ്ദങ്ങളും നിർബന്ധങ്ങളും ഉണ്ടാകും. വഴിപ്പെടാതിരിക്കുക. നിങ്ങൾ മിടുക്കുകളും സുന്ദരികളുമായിരിക്കണം. നേട്ടങ്ങൾ കൈവരിക്കണം. അതിനു വഴി ലഹരിപാനമല്ല, സ്വന്തം കഴിവുകൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക. പുകവലി ഉപേക്ഷിക്കുന്നത് സാമാന്യ സ്വസ്ഥമായ അവസരത്തിലാകട്ടെ. മരിക്കുന്ന സ്ത്രീകൾ മാസമുഴയുടെ അവസരത്തിൽ പെട്ടെന്ന് പുകവലി നിർത്തിയാൽ പിന്മാറ്റ സ്വാസ്ഥ്യങ്ങൾ അതിരൂക്ഷമാകും. അതായത് വിട്രോവൽ സിംറ്റം. ചിലർക്ക് കനത്ത വിഷാദം അനുഭവപ്പെടും. കരയാൻ തോന്നും. നിയന്ത്രിക്കാനാവില്ല. വല്ലാത്ത മയക്കവും തളർച്ചയും അസ്വസ്ഥതയും ആകെ കൂടി ഡിസ്ഫോറിയ എന്ന വിഷാദ രോഗമാകാം. ആണുങ്ങൾക്കും മരിക്കുന്ന ആണുങ്ങൾക്കും ലൈംഗിക തകരാറുകൾ ഉണ്ടാകാം. പുകവലി പുരുഷബീജത്തിൽ വൈര്യങ്ങൾ വരുത്തിവെക്കും. അങ്ങനെ പുരുഷന്മാരിൽ സന്താനോത്പാദന ശേഷി കുറയ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും. സ്പീഡുണ്ടോ? ഇല്ല, കറക്റ്റാ. മക്കളില്ലാത്ത ആണുങ്ങൾ സന്താനലാഭം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും പുകവലി തുടങ്ങരുത്. ലഹരി അപ്പാടെ വർജിക്കണം. ആണത്വം കാണിക്കാനും ആള് കടിക്കാനും വേണ്ടി അകത്താക്കുന്ന പുക ആണത്വം കളഞ്ഞ് ആളെ അവശനും അശക്തനുമാക്കും. തഴക്കം മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പുകവലി തുടങ്ങിയിട്ട് ഏറെ നാളായിരിക്കാം. ദിവസം 2-3 പാക്കറ്റ് വലിക്കുന്നുണ്ടാകാം. അതല്ല പ്രശ്നം. നിങ്ങൾക്ക് വലി നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ തഴക്കം അത്ര വലിയ കാര്യമല്ല, മാറ്റാവുന്നതേ ഉള്ളൂ. മദ്യപാനം പോലെ തന്നെ ഇതും ഒരു രോഗമായി കാണുക. അല്പ ചികിത്സ വേണ്ടി വരും. തനിച്ച് മാറ്റാൻ കഴിയില്ലായിരിക്കാം. പലവട്ടം ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കാം. ലഹരി ഏതു തരത്തിലായും ആശ്രയം അടിമത്വവും വളർത്തും. രക്ഷപ്പെടാൻ വഴികളുണ്ട്. സഹായിക്കാൻ ആളുകളും ഉണ്ടാവും. ശരിയായ ആഗ്രഹവും പ്രേരകശക്തിയും വളർത്തി സഹായം തേടുകയാണ് വേണ്ടത്. അതായത് കൗൺസിലിങ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ഇങ്ങനെയുള്ള പലതരം തെറാപ്പികളും കൂടെ നമ്മുടെ മരുന്നും കൂടെ ആണെങ്കിൽ വേഗം റിസൾട്ട് കിട്ടും. വലി നിർത്തിയാൽ
വലി നിർത്തിയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാകും. അടിമത്വവും ആശ്രയവും പോയ്മറിയും. പണച്ചെലവ് കുറയ്ക്കാം. ആരോഗ്യം വീണ്ടെടുക്കാം. പഴക്കത്തിൽ നിന്ന് മോചനം കിട്ടും. ദിവസം 20-30 രൂപ ലാഭിക്കാം. മെച്ചപ്പെട്ട പദ്ധതിയിൽ ചെലവാക്കാം. ദുർഗന്ധമോ വായ്ക്ക് മണമോ ഉണ്ടാകില്ല. ആളുകൾക്ക് നിങ്ങളുടെ സാന്നിധ്യം അരോചകമാവില്ല. നിങ്ങൾക്ക് കൂടുതൽ വൃത്തിയും വെടുപ്പും ഉണ്ടാകും. പല്ലുകൾക്ക് വെളുപ്പും തിളക്കവും കൈവരിക്കാൻ പറ്റും. ചുണ്ടുകളിലും ചോരത്തുടിപ്പുണ്ടാകും. ഇഞ്ചിഞ്ചായി ആത്മഹത്യ ചെയ്യുന്ന ക്രൂര വിനോദനമാണ് കുറ്റബോധം വിട്ടകലും. ശ്വാസോച്ഛ്വാസം നേരിയാൽ പെട്ടെന്ന് കിതപ്പ് അനുഭവപ്പെടുന്നില്ല. പനിക്കാരുടെ ചുമ മാറിക്കിട്ടും. അടുക്കൽ ജലദോഷമുണ്ടാകില്ല. മാരക രോഗങ്ങൾ അകാലത്തും ചെറുപ്പത്തിലും പിടികൂടാവുന്ന സാധ്യത കുറയും. തൊണ്ടവീക്കത്തിനും നെഞ്ചിടിപ്പിനും കുറയും. ഹൃദയത്തിന്റെ ഭാരിച്ച അമിത ജോലി മാറി സ്വസ്ഥമാകും. നാടിയിടിപ്പ് ക്രമമാകും. മനസമാധാനം അനുഭവിക്കാം. വിഷാദമകറ്റി മനസമാധാനം അനുഭവിക്കാം. മെച്ചപ്പെട്ട ആരോഗ്യം ദീർഘായുസ്സും കൈവരിക്കാം. നിങ്ങൾ കുട്ടികൾക്ക് ദുർമാതൃകയാവില്ല. ഭാര്യയ്ക്ക് വെറുപ്പ് വാക്കില്ല. കുടുംബത്തിന്റെ ആശങ്ക അകറ്റാം. കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും പേടിക്കാതെ അടുത്തെടുക്കാം. അവരുടെ ആരോഗ്യത്തിന് നിങ്ങൾ ഭീഷണിയാകില്ല. അവർക്ക് രോഗങ്ങൾ സമ്മാനിക്കില്ല. ബസ്സിലും പൊതുസ്ഥലത്തും നിങ്ങൾ ആളുകൾക്ക് വെറുപ്പുളവാക്കില്ല. നിങ്ങളുടെ വ്യക്തിത്വം, ആകർഷകത്വം, പെരുമാറ്റം ഹൃദ്യമായിരിക്കും. സ്വന്തം ഉത്തരവാദിത്വം വളർത്തുക. പുകവലി നിർത്താനുള്ള ശക്തമായ പ്രേരണ കിട്ടുക. വലി മൂലമുണ്ടാകുന്ന ആരോഗ്യ ക്ഷയത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമാകാം. മാരകമായ തീരാരോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്നത് തന്നെ. ഇതുവരെ വലി മാറ്റാൻ നല്ല പ്രേരകമാത്രേ. എന്നാൽ ഉത്തമമായ പ്രേരശക്തി ആരോഗ്യ ലക്ഷണമല്ല. കാരണം ആരോഗ്യം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പ്രേരശക്തി ഇല്ലാതാകും. വീണ്ടും അല്പസ്വല്പം ആകാം എന്ന മട്ടാകും. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പുകവലി നൽകുന്ന താൽക്കാലിക ഉന്മാദവും സുഖാനുഭൂതിയും കാര്യപ്പെട്ടതല്ല എന്ന ബോധ്യം വളർത്തിയെടുക്കേണ്ടതാണ്. തുടക്കമായെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. മാറ്റണമെന്ന ആഗ്രഹവും മാറ്റാനുള്ള ഉത്തമ പ്രേരണശക്തിയും വളർത്തുകയാണ് ആവശ്യം. ഇനി നമുക്ക് പുകവലിയുടെ സംഭാവനകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. താൽക്കാലിക ഫലങ്ങൾ ധനാത്മകമായ അതായത് പോസിറ്റീവായിട്ട് എന്തൊക്കെയുണ്ട്? ബുദ്ധിവികാസം, പൂർണ്ണതയും ദഹനവും വിസർജനവും ഉത്തേജിതമാകും. ഉമ്മിനീർ ഉത്പാദനം ഉത്തേജിപ്പിച്ച് വിശപ്പ് കൂട്ടും. നിഷാദാത്മകമായവ അതായത് നെഗറ്റീവ് ഹൃദയമെടുപ്പ് കൂട്ടും. രക്തസമ്മർദ്ദം ഉയരും. ത്വക്കിലെ ഊഷ്മാവ് താഴും. ശ്വസന വേഗത കൂടും. സ്വസ്ഥതയും സഹിഷ്ണുതയും നഷ്ടമാകും. ആത്യന്തിക ഫലങ്ങൾ വിവിധ രോഗങ്ങൾ, വൈകല്യങ്ങൾ, ക്യാൻസർ, ശ്വാസകോശത്തിൽ, വായിലും തൊണ്ടയിലും, ശ്വാസനാളത്തിൽ, അന്നനാളത്തിൽ, വൃക്കകളിൽ, മൂത്രസഞ്ചയിൽ, പാൻക്രിയാസിൽ, ഗർഭാശയത്തിൽ, ഹൃദ്രോഗം, ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, ത്രോംബോസിസ്, ആർട്ടീരിയോസ്ക്ലോറോസിസ്, രക്തപ്രവാഹം നശിച്ച് പേശികൾ ചത്തുപോകുന്നത്, ട്രൈഗാംഗ്രീൻ, കാലുകളിൽ രക്തം കുറഞ്ഞ വേദന, അത് ത്രോംബോ അഞ്ചൈനോ ഒബ്ലിറ്ററേറ്ററി ടിഎയോ, രക്തക്കുഴലിൽ രക്തം കട്ടയാൽ ബർഗേഴ്സ് ഡിസീസ്, ശ്വാസം മുട്ടൽ അതായത് എംപൈസിമ, ബ്രോങ്കൈറ്റിസ്, പെപ്റ്റിക് അൾസർ, കൊളസ്ട്രോൾ, ഉത്പാദനക്ഷമതയിൽ തകരാറുകൾ, അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാകാം. സ്ത്രീകളിൽ മാസമുറ തെറ്റൽ, വിഷമപ്രസവം, രക്തസ്രാവം, ശിശുമരണം, കുട്ടിക്ക് തൂക്കക്കുറവ്, മാസം തികയാതുള്ള പ്രസവം, കുട്ടി മരിച്ചുള്ള പ്രസവം, മുലപ്പാലിന്റെ അളവ് കുറയുന്നു, കുഞ്ഞിന്റെ വളർച്ച മുരടിക്കുന്നു, ഗർഭാശയ ക്യാൻസർ, സൗന്ദര്യം നഷ്ടപ്പെടും, പല്ലുകളും ചുണ്ടുകളും കറപിടിച്ച് കറുത്തിരിക്കും, മുഖത്ത് ചുളിവ്, തൊലി ചുരുങ്ങും, അതായത് ഞരണ്ടു പിരിക്കും, ദുർഗന്ധം, അനാർഷകമായ രൂപവും ഭാവവും, കണ്ണുകൾ ചുവന്നിരിക്കും, സാമ്പത്തിക നഷ്ടം, പ്രവൃത്തിവശങ്ങൾ നഷ്ടപ്പെടും, അപകടങ്ങൾ, തീപിടുത്തങ്ങൾ മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ആയുസ് കുറയുന്നു, തീരാവ്യാധി, അകാല ചരണം എന്നിവയാണ് ഇതിൻ്റെ. ഇനി വേറെ ഒരുപാടുണ്ട്. പക്ഷേ ഇനി നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത് ഈ
ചികിത്സയാണ്. എല്ലാവരും ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ എനിക്കുള്ള കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഔഷധങ്ങളും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. കാരണം ഇനി ഒരു ഭാഗത്തിനോട് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ആദ്യമേ കൊള്ളാവുന്ന ഒരു മരുന്ന് ആഴ്സനിക്കാണ്. ഞാൻ കൊടുക്കാറുള്ളത് 0/3 മിക്ക മെഡിസിൻ. ചിലത് മാത്രം ഞാൻ പറയും വ്യത്യാസം ഉണ്ടെങ്കിൽ. ആഴ്സനിക്കാൽ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കാൻ നൽകാവുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. വർദ്ധിച്ച അസ്വസ്ഥത പോക്കാനും ഛർദിയും അനുഭവപ്പെടും. അതാണ് ആഴ്സനിക്കാൽ. പുകവലിയുടെ ഫലങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു മറുമരുന്നായി നൽകാവുന്ന ഔഷധം കലേഡിയമാണ്. വിശപ്പില്ലായ്മ, വായുക്ഷേപം മുതലായവ അനുഭവപ്പെടുന്നത് ചൈനയാണ്. പുകവലിയോടുള്ള ആർത്തി, ശക്തമായ തലവേദന, ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നു. വർദ്ധിച്ച വിശർപ്പ്, ദുർഗന്ധമായ ഉച്ഛ്വാസവായു, ഡാഫിനെ ഇൻഡിക്ക. പുകവലിയുടെ ഉപയോഗം സഹിക്കുവാൻ കഴിയുന്നില്ല, ഇഗ്നേഷ്യ. പുകവലിക്കാരിൽ കണ്ടുവരുന്ന ലൈംഗിക ശേഷി കുറവുന്ന നൽകാവുന്ന ഔഷധം ലൈക്കോപ്പോഡി. പുകവലിയുടെ ഗന്ധവും രുചിയും സഹിക്കുവാൻ കഴിയുന്നില്ല, ലൊബേലിയ ഇംപ്ലാറ്റ. അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ലൊബേലിയ മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. പുകവലി കാണുന്ന അമിത ഹൃദയത്തിന്റെ പ്രവർത്തനം ലൈക്കോപ്പസ് വെർജീനിക്കസ്. ലൈക്കോപ്പസ് മെഡിസിൻ ഭാഗം ഇച്ചിരി സ്പീഡായി. കുറയ്ക്കാം. രണ്ടാമൊന്നുകൂടെ പറയണോ? രണ്ടാമൊന്നുകൂടെ പറയണോ? ഡാഫ്നെ മുതലൊന്ന് പറഞ്ഞേക്കൊള്ളായിരുന്നു. അതായത് ഡിസയർ അല്ലെങ്കിൽ ക്രേവിങ്സ് ഉണ്ടാകുകയാണെങ്കിൽ, തലവേദന, ഉറക്കമില്ലായ്മ, വർദ്ധിച്ച ദുർഗന്ധം, ഉച്ഛ്വാസവായുവിന്റെ ദുർഗന്ധം, ഇതൊക്കെ ഡാഫിനി ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. ക്രേവിങ് നിൽക്കും കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ. പുകയിലയുടെ ഉപയോഗം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൊടുക്കാവുന്ന മെഡിസിൻ ഇഗ്നേഷ്യാണ്. ചിനേഷ്യല്ല, ഇഗ്നേഷ്യാണ്. ലൈംഗിക ശേഷിക്കുറവിന് നൽകാവുന്ന, അത് പ്രത്യേകിച്ച് മെയിൻ ലൈക്കോപ്പോഡി. അതിൻ്റെ മണവും രുചിയൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലൊബേലിയ ഇംപ്ലാറ്റ മദർ ടിഞ്ചർ. ലൊബേലിയ അതിൻ്റെ മണമൊന്നും പിടിക്കില്ല. നമ്മൾ കുറെ നാൾ വലിക്കാതിരുന്ന് കഴിഞ്ഞിട്ട് ഈ പുകവലിക്കാരുടെ അടുത്തിരിക്കുവോ അല്ലെങ്കിൽ അവർ പുകവലിച്ച് പുകയുടെ മണോ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റിയ ഭയങ്കര പാടാ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാൻ മേലെ. എനിക്ക് പുകവലിക്കുന്നവരുടെ അടുത്തിരിക്കാൻ പാടാ. പുകവലിയുടെ സ്മെല്ലും അതിൻ്റെ സ്മോക്കും ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസം. ഞാൻ പറയും, ദയവ് ചെയ്തൊന്ന് മാറിയിരിക്കുമോ അല്ലെങ്കിൽ നിർത്തുമോ എന്ന് ചോദിക്കും. കുറെ ഗവൺമെന്റ് നിയന്ത്രിച്ചിട്ടുണ്ട്. ഹൃദയം ഇടിപ്പ് കൂടുകയാണെങ്കിൽ ലൈക്കോപ്പസ് വെർജീനിക്കസ്. മാംസപേശിയുടെ ബലക്ഷയം ഉണ്ടാകുകയാണെങ്കിൽ മൂരിയാറ്റിക് ആസിഡ്. പിന്നെ ഈ ഡാഫിനെ ഇൻഡിക്ക പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് മെക്സോമിക്ക. അതിനോടുള്ള ആർത്തിയും തലവേദനയും നെഞ്ചരിച്ചിലും ഓക്കാനും ഒക്കെ കാണും. അതിൻ്റെ വാഴപ്പെട്ട് കൊടുക്കും, കുറയ്ക്കാനും രണ്ടിനും ഉതകുന്നതാണ്. സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല സാർ. പുകയിലയുടെ ഇനി വേറൊന്ന് ഫോസ്ഫറസ്. പുകയിലയുടെ ഉപയോഗം കാരണം കണ്ണിന്റെ കാഴ്ച കുറയുന്നു. മെഴുതിരിയുടെ വെളിച്ചത്തിൽ പോലും വായിക്കാൻ കഴിയുന്നില്ല. പുകയില ഉപയോഗിക്കുന്നവർ ലൈംഗിക ക്ഷീണം കണ്ടുവരുന്നു.
ഇതിനെല്ലാം ഫോസ്ഫറസ് ഒരു നല്ല മെഡിസിനാണ്. പുകയിലൂടെ ഉപയോഗിക്കുന്നവരുടെ കണ്ണിലേക്കുള്ള ഞരമ്പിന് നിർവീക്കം, രോഗി വസ്തുവിനെ രണ്ടായത് ഡിപ്ലോപ്പിയ, പ്ലംബം അത്തറ്റിക്കമാണ് മെഡിസിൻ. വിഷാദ രോഗവും വിരക്തി ഉണ്ടാക്കലും ഉറക്കമില്ലായ്മയും കണ്ടാൽ പ്രാൻഡാഗോ മേജർ മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ഞാൻ ബാക്കിയുള്ള എല്ലാ മെഡിസിൻ്റെ കൂട്ടത്തിലും ഈ പ്രാൻഡാഗോ മദർ ടിഞ്ചർ കൊടുക്കാറുണ്ട്. വളരെ എഫക്റ്റീവാണ് പ്രാൻഡാഗോ മദർ ടിഞ്ചർ. നമ്മൾ സാധാരണ പ്രാൻഡാഗോ ഉപയോഗിക്കുന്നത് പല്ലുവേദനയ്ക്കൊക്കെയാണ്. പക്ഷെ ഇതൊരു നല്ല മെഡിസിനാണ് പുകവലിക്ക്. പുകവലിക്കാരിൽ കണ്ടുവരുന്ന ഞരമ്പ് വേദനയും വിശപ്പില്ലായ്മയും നൽകാവുന്ന ഔഷധം സെപ്പിയാണ്. അതായത് പുകവലിയോടുള്ള ക്രേവിങ്സ്, ഡിസയർ, അതായത് ഒരു അവേർഷൻ ഉണ്ടാക്കണം. ടബാക്കം ഹൈപ്പൊട്ടൻസി കൊടുത്താൽ ടബാക്കം അതൊരു നല്ല മെഡിസിനാണ്. എനിക്ക് ഒരുപാട് എഫക്റ്റ് കിട്ടിയിട്ടുള്ള മെഡിസിനാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുള്ളതാണ്. പുകവലിക്കാരിൽ കണ്ടുവരുന്ന ഹൃദയത്തിന്റെ അസ്വസ്ഥതയ്ക്ക് നൽകാവുന്ന ഔഷധം സ്പൈഗീരിയ. അങ്ങനെയുള്ളവർക്ക് ചെസ്റ്റിലെ വേദനയും ചില ഹൃദയത്തിന്റെ ചില അസ്വസ്ഥതകളും ഉണ്ടാകാം. സ്പൈഗീരിയ നല്ലൊരു മെഡിസിനാണ്. അതായത് പുകവലിക്കാരിൽ കണ്ടിരുന്ന ഹൃദ്രോഗങ്ങൾക്കും അതുപോലെ തന്നെ BP ക്കും കൊടുക്കാവുന്ന ഒരു മരുന്നാണ് സ്ട്രോഫാന്തസ്. അത് മദർ ടിഞ്ചറാണ്. സ്ട്രോഫാന്തസ്. അതായത് ക്രേവിങ്സ് ആൻഡ് വെരി സ്ട്രോങ് ഡിസയർ, സ്റ്റാഫിസാക്രിയാണ് പുകവലിയോടുള്ള. അതും ഹൈപ്പൊട്ടൻസിയാണ്. എന്ന് പറയുമ്പോൾ വണ്ണം വേണോ സാറേ? അത് വണ്ണമോ ടെണ്ണമോ ഒക്കെ കൊടുക്കാം. ബയോകെമിക് ഔഷധം കാൽക്കേരിയ പോസ് 3x 6x കൊടുക്കാം. തൊണ്ടവേദനയ്ക്ക്, പ്രത്യേകിച്ച് തൊണ്ടവേദനയ്ക്ക്, മരിച്ചു കഴിയുന്നവർക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് ഇത്. പിന്നെ സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഓർത്ത് വെച്ചോണം. കൂടുതൽ ആഡ് ചെയ്യാനുള്ള ഡോക്ടർ എബ്രാം വൈദ്യനൊക്കെ അവിടെ ഉണ്ടായിരുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഇപ്പൊ കാണുന്നില്ല. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. അതിന് അവസാനം ഒരു എത്ര മിനിറ്റ് ഉണ്ട്? ഇനി നമുക്ക് 15 മിനിറ്റ് കൂടുതലുണ്ട്. ഉണ്ട്. ഇപ്പം ടൊബാക്കോ കൊണ്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള നിക്കോട്ടിൻ കൊണ്ടാണ്, ആൽക്കലോയിഡ് നിക്കോട്ടിനാണ് ടൊബാക്കോയിലുള്ളത്. വിച്ച് ഇസ് എ പോയിസണസ് ഊസിക് ആസിഡ്. The leaves contains from 2 to 8% of it. അതായത് പുകയിലിൽ ഒരു 2 തൊട്ട് 8% വരെ ഈ ഊസിക് ആസിഡ് ഉണ്ട്. അതാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അതൊരു വിഷാംശം തരുന്നതാണ്. ആരെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു എക്സ്പീരിയൻസിനോ ഇത് ടൊബാക്കോ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ കൊച്ചിലെ ചെറുപ്പത്തിലെ, എനിക്കൊരു 10-11 വയസ്സ് കാണും. എൻ്റെ വല്യമ്മച്ചി പുകയില കൂട്ടി മുറുക്കുമായിരുന്നു. ഞാനൊരു സാരും കാണാതെ ഇച്ചിരി പുകയില എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് കുളമുണ്ട്, കുളത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇത് പതിയെ ഒരു ശകലം എടുത്ത് നോക്കി തല ഇറങ്ങി താഴെ വന്നു. കുറച്ചു നേരത്തേന് ബോധമില്ലാതെ. പിന്നെ കുറെ കഴിഞ്ഞപ്പം കുളത്തിന്റെ കരയ്ക്കകട്ടോ, കുളത്തിനകത്തല്ല, കുറെ കഴിഞ്ഞപ്പം ഒന്ന് ഛർദ്ദിച്ചു, ഒന്ന് വയറ്റിൽ നിന്നും പോയി കഴിഞ്ഞപ്പം പതിയെ ഒന്ന് തല ഇറങ്ങി, കുറച്ചു നേരം വിശർത്തു, വിറച്ചു. അത് കഴിഞ്ഞപ്പോൾ പോയി. 1.25 മണിക്കൂർ അങ്ങനെ പോയി. അത് പിന്നെ മേല ഈ പുകയിലയായിട്ടുള്ള ഒരു പരിപാടി പിന്നീട് ജീവിതത്തിൽ രുചിക്കാൻ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോയിട്ടില്ല. സിംറ്റംസ് ആസിഡ് എന്താ സാർ പറഞ്ഞേ? ഒരു ആസിഡിന്റെ കാര്യം പറഞ്ഞില്ലേ? റൂസിക് ആസിഡ്, PRSSIC, റൂസിക് ആസിഡ്. അതാ ഒരു പോയിസൺ. ഇതിനകത്തുണ്ട് ഒരു ആൽക്കലോയിഡാണ്, നിക്കോട്ടിനുള്ള ഒരു ആൽക്കലോയിഡ് പോയിസണാണ്. സിംറ്റംസ് എന്നൊക്കെയാണ് ഉണ്ടാകുന്നത്? നോഷ്യ,
വൊമിറ്റിംഗ്, പർജിങ്. ഞാൻ എൻ്റെ തന്നെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ അകത്ത് നോക്കി പറഞ്ഞതല്ല. ആൻഡ് ഭയങ്കര ക്ഷീണം, എക്സ്ട്രീം പ്രോസ്ട്രേഷൻ, pallor, cold sweat, and slow, irregular pulse. Coma develops later and the patient dies from paralysis of respiration. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം? ഈ ട്രീറ്റ്മെന്റ് ഉണ്ടാക്കിയാണ്. അതായത് അലോപ്പതിക് ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ടാക്കിയാണ്. നമ്മുടെ ഹോമിയോപ്പതി എന്താ ഞാൻ പറയുന്നത്? വാഷ് ഔട്ട് ദി സ്റ്റൊമക് വിത്ത് ഇൻഫ്യൂഷൻ ഓഫ് ദി ഗ്രീൻ ടീ ഓർ വിത്ത് എ വെജിറ്റബിൾ astringent containing tannin, allowing the patient to retain some of the solution to the stomach. Then stimulate with strychnine, atropine, hot application, etc. as indicated. ഇതാണ് അലോപ്പതി കൊടുക്കാറുള്ള ട്രീറ്റ്മെന്റ്. ഇനി 14 മിനിറ്റ് കൂടെ ഉണ്ട്. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളോ ഡോക്ടർ എബ്രഹാം വൈദ്യനൊക്കെ ഇരിപ്പുണ്ട്, അവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ കുറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ആർക്കെങ്കിലും പറയാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ. അതൊരു പ്രധാനപ്പെട്ട ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ക്ലാസ്സുകളിലും പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി പലരുടെ അറിവോട് കൂടുമ്പോൾ നമുക്ക് ഒരു നല്ല അറിവ് എല്ലാവർക്കും ഉണ്ടാകും. എൻ്റെ മാത്രം അറിവല്ല, എനിക്കൂടെ ഉണ്ട്. ഡോക്ടർ എബ്രഹാം വൈദ്യനുണ്ട്, എന്തേലും പറയാനുണ്ടോ? മനോഹരൻ PA കുത്തി കാണുന്നുണ്ട്, വല്ലതും പറയാനുണ്ടോ, ചോദിക്കാനുണ്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ എബ്രഹാം വൈദ്യന്? ഹലോ സാർ, വളരെ തകർപ്പൻ ക്ലാസ് ആയിരുന്നു, എല്ലാം കവർ ചെയ്തു പോയിരുന്നു. നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഇല്ലേ? ഉണ്ടെങ്കിൽ പറ. അതിനാ സാമൂഹിക വശവും മെഡിസിന്റെ ട്രീറ്റ്മെന്റ് വശവും എല്ലാം നല്ലതായിട്ട് പറഞ്ഞു. അടിയനൊന്നും ഇല്ല, വളരെ ഭംഗിയായിട്ടിരിക്കുന്നു. അത് തുറന്ന് കേൾക്കാൻ തന്നെ താല്പര്യമുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ഡോക്ടർ മനോഹരൻ PA ഇരിപ്പുണ്ട്, വല്ലതും പറയാനുണ്ടോ? അത് നമ്മുടെ ലതാ മനോഹരൻ ഡോക്ടറുടെ ഹസ്ബൻഡ് ആണോ? സോറി, ഞാൻ ഈയിടെ ഇങ്ങനെ ഓർത്തു. ഞാൻ ഇടയ്ക്കൊക്കെ നോക്കുമ്പം ഈ ലതാ മനോഹരന്റെ വാട്സപ്പ് എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, എന്നും എന്നേലുമൊക്കെ ചോദ്യം ചോദിക്കുകയും അറിയാൻ മേലാത്ത ചോദിക്കുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഇമ്പ്രൂവ്മെന്റ് എന്നേലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു. മനോഹരൻ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അനുഭവമാണേലും മതി. മനോഹരൻ സാർ അഡ്മിറ്റ് ചെയ്യാം. കണ്ടതിൽ വളരെ സന്തോഷം. നമസ്കാരം. ഞാൻ ഒക്കെ ഓർക്കും, എന്നും എന്നെ പ്രചോദിപ്പിച്ചോണ്ടിരുന്ന ഒരാളാ താങ്കളുടെ വൈഫ്. എനിക്ക് എന്തേലും പോരാഴി ഉണ്ടേലും വിളിച്ചു പറയും, ഡോക്ടറെ ഇന്ന പോരാഴികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ലവണ്ണം അനലൈസ് ചെയ്തിട്ട് പറയും, നമുക്ക് ഇത് സ്പീഡ് കൂടുതലായിരുന്നു, ഇതിങ്ങനെ പറയണമായിരുന്നു എന്ന്. അതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മക്കൾ വ്യക്തിയായിരുന്നു താങ്കളുടെ വൈഫ് ലതാ മനോഹരൻ. ഒരു വർഷം ആയോ? ഒരു വർഷം ആയില്ല, ജൂലൈ 14 14. എന്നെ ഒരു ആശുപത്രി പോകുന്നതിന് മുമ്പും വരെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു, സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. പിന്നെ ഇനി ടുബാക്കോയുടെ ഡോക്ടറെ എനിക്ക് പറയാനുള്ളത്, ടുബാക്കോ നമ്മള് ഡോക്ടർ നേരത്തെ പറഞ്ഞ കൂട്ടത്തില് ഞാനും ചില പ്രത്യേക സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ സ്മോക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ സിംറ്റംസ് എനിക്കും വരും. പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു സഫോക്കേഷൻ പോലെ തോന്നും. അവര് സ്മോക്ക് ചെയ്ത് ഇങ്ങനെ പുക ഇങ്ങനെ വിട്ട് നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ പെട്ടെന്ന് അടുത്തേക്ക് വരുമ്പോഴേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് മാറും അവിടുന്ന് ഡോക്ടറെ. അതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ചില ആളുകൾ അവിടെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചില ആളുകൾ അത് കൂട്ടാക്കാതെ വലിക്കും. ഞാൻ തന്നെ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഡോക്ടർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു പേഷ്യന്റ് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറാൻ വന്നപ്പോഴേക്കും
പിന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റ് നോക്കത്തില്ല, നിങ്ങൾ നോക്കത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കാന്ന് പറഞ്ഞു. കാരണം ഞാൻ വലിക്കാതിരുന്നാലും ഡോക്ടർ എന്നെ നോക്കുമെന്ന് ചോദിച്ചല്ലോ. അതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൂടാ. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ട്രീറ്റ്മെന്റിന്റെ ഒരു സൈഡാണ് ഈ കൗൺസിലിങ്, സൈക്കോതെറാപ്പി. അതിനൊരു ടെക്നിക്കാണത്. നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അയാള് സിഗരറ്റ് ഓടിച്ച് ആ ഉണ്ടായിരുന്ന തീപ്പെട്ടി ഇട്ടിട്ട് ആ സിഗരറ്റ് പാക്കറ്റ് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ചപ്പും ചവറിട്ട് കത്തിക്കണം. എന്നിട്ട് സത്യം ചെയ്ത് എന്റെ കയ്യെ പിടിച്ച് മേല വലിക്കിയത്. പിന്നെ അയാൾ വലിച്ചിട്ട് അയാള് കൂട്ടുകാരെ, വീട്ടിലുള്ളവരെ എല്ലാം കൊന്ന് അയാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ഔത്തിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് വളരെ കാലത്തേന് എന്നെ വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമായിരുന്നു. മരുന്ന് വേണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ. അയാൾ വളരെ പെൻസിൽ പോലെ ഇരുന്ന ആള്, നല്ല തടിയും ഇതുമൊക്കെ വെച്ചു. വിശപ്പില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു, ഇത് വലിക്കാതെ വയറ്റിന്ന് പോയത് എല്ലാം മാറി. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിസിനോളം പറ്റിയ ഒരു മെഡിസിൻ വേറെ ഒന്നുമില്ല. ഇത് മാത്രമല്ല, എല്ലാത്തിനും നമ്മുടെ മെഡിസിനോടും ഏറ്റവും കൂടിയ ഇത്രയും കുറയ്ക്കാവുന്ന. ഞാൻ എന്നും രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് പറയും വളരെ നന്ദി, എന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടറാക്കാൻ സാധിച്ചതില്ല. എനിക്ക് ഇപ്പോഴും അലോപ്പതി മരുന്ന് കഴിച്ചാൽ പല അസുഖങ്ങളും എനിക്ക് വരുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹോമിയോപ്പതി കഴിച്ചാൽ മാത്രമേ ശരിയാവും. കറക്റ്റ് ഇൻഡിക്കേഷൻ മരുന്ന് എടുത്താൽ ഒരു ഡോസ് മരുന്ന് കഴിച്ച് ഒരു 5 അല്ല 10 മിനിറ്റാണ് എനിക്ക് റിലീഫ് കിട്ടും. കറക്റ്റാണ് ഡോക്ടറെ. അതുപോലെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥം, ഒരു കഫ് വന്നു, ഇല്ലെങ്കിൽ ഒരു സ്നീസിങ് വന്നു, ഇതോട് പറഞ്ഞ ഉടനെ തന്നെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞറിയിക്കാൻ വയ്യ. ഒറ്റ നേരെ കഴിക്കുന്നുള്ളൂ, പക്ഷെ സ്വല്പം കൂടുതലായിരിക്കും തരുന്നത്. അത് ബാക്കി ഇരിക്കുമ്പോൾ എന്നോട് ചോദിക്കും മരുന്ന് കഴിച്ചില്ലേ എന്ന് ചോദിക്കും. പക്ഷെ എന്റെ അസുഖം പോയല്ലോ എന്ന് ഞാൻ പറയും. അത് ഞാനിവിടെ പറഞ്ഞു, മറിയാമ്മ ഡോക്ടർ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ആരോടും പറയാൻ പറ്റുന്നില്ല ഡോക്ടറെ. അതെ അതെ അതെ. ഇതിന്റെ എഫക്റ്റ് ആൾക്കാർ പറയും സ്ലോ ആണ്, ലേറ്റ് ആകും, ചിലർക്ക് ഇതൊന്നും, അതൊക്കെ വെറുതെ. കറക്റ്റ് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് സ്പാനറും സ്ക്രൂവും തമ്മിൽ, ഈ സ്പാനർ പിടിക്കണമെങ്കിൽ അതിന്റെ നമ്പറുണ്ട്. കറക്റ്റ് ആണെങ്കിൽ അത് പിടിക്കും. കൂടിയാലും പിടിക്കുക, കുറഞ്ഞാലും പിടിക്കുക. കറക്റ്റ് സ്പാനറിന്റെ നമ്പർ ഇട്ട് പിടിച്ചാൽ അത് പിടിക്കുക തന്നെ ചെയ്യും. ഏത് മുറുക്കാത്തതും മുറുക്കും എന്ന് പറഞ്ഞ മാതിരിയാ ഹോമിയോപ്പതിയുടെ ഇത്. അത് എനിക്ക് വളരെ അനുഭവമുള്ളതാണ്. അന്നേരം ഇനി ഇതിൻ്റെ അകത്ത് ക്രേവിങ്സ് കൂടുതലുള്ളത് നമ്മുടെ ക്രേവിങ്സ് ഈ പാടക്കിന്റെ SR പാടക്കിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ മെഡിസിൻ ടബാക്കോ ആണ്. അല്ലാതെ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് നിസ്സാരം, കാർബോവേജ്, സ്റ്റാഫിസാക്രിയ, സ്റ്റാഫിയാനെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ സ്മോക്ക് കൊണ്ട് കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചുമയൊക്കെ ഉണ്ടെങ്കിൽ പറമ്പോസ്, അതിൻ്റെ വേറൊരു മെഡിസിനുണ്ട് കാർക്കേറിയ കോസ്. പിന്നെ അതിൻ്റെ സാധാരണ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ മെഡോട്ടിനം കൊടുക്കാം. പിന്നെ തലവേദന അതുപോലെയുള്ളതുണ്ടെങ്കിൽ ക്ലോണൈൻ, കാർബോളിക് ആസിഡ് ഒരു നല്ല മെഡിസിനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ സാറ് പിന്നെ പറയാന്ന് പറഞ്ഞില്ല, TAO അതിന്റെ മെഡിസിൻ. TAOയുടെ അത് ഞാൻ സാധാരണ എടുക്കുന്നത്, ഒന്ന് എനിക്ക് ഇതാ ലാക്കസിസ് കൊണ്ട് ഒരുപാട് കുറവ് കിട്ടിയിട്ടുണ്ട്, ഓസ്രസ് കൊണ്ട് കുറവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലാണ്. ഇൻഡിവിജ്വലൈസ് ചെയ്ത് കേസ് എടുത്തിട്ട് അതിൻ്റെ സിംറ്റമാറ്റിക് കൂടെ നോക്കി കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. ചുമ്മാ ഇങ്ങനെ അലോപ്പതിക്കാർ പറയുന്ന തൊട്ട് തലവേദന അനാൾജസിക്സ്, പനിയാണെങ്കിൽ പാരസെറ്റമോള്, അലർജി ആണെങ്കിൽ മറ്റേ ആൻറ്റി ഹിസ്റ്റാമിൻ,
ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ കേസ് ഇൻഡിവിജ്വലി കറക്റ്റ് ചെയ്തിട്ട് അതിന്റെ സിംറ്റംസ് നോക്കി വേണം. പിന്നെ അങ്ങനെ പല മെഡിസിനും അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കേസ് സൈലീഷ്യ ഇൻഡിക്കേറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പല മരുന്നുകളും വരാം. പിന്നെ വേറെ പിന്നെ ടൊബാക്കോ കൊണ്ട് അഗ്രവേഷൻ ആകുന്ന മെഡിസിൻസ്, ഇഗ്നേഷ്യ ടൊബാക്കോ, ഇഗ്നേഷ്യ പേഷ്യൻസിന് ടൊബാക്കോ വന്നു കഴിഞ്ഞാൽ അഗ്രവേഷൻ ആകും. കമമില ടൊബാക്കോ കൊണ്ട് അഗ്രവേഷൻ ഉള്ള ഒരു മെഡിസിനാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോ സിംറ്റംസ് ഉള്ളവർക്ക് പട്സാറ്റില, ഇത് 3 മെഡിസിനും ടൊബാക്കോ കൊണ്ട് അഗ്രവേഷൻ ഉള്ള മെഡിസിനാണ്. പിന്നെ അമിനീറേഷൻ ഉള്ള ഒരു മെയിൻ മെഡിസിൻ ഉണ്ട്, കപ്പാർസം, അമിനീറേഷൻ. ഇതൊക്കെ ഞാൻ പറയുന്നത് SR പാദത്തിന്റെ റെപ്പർട്ടറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവത്തിലുള്ള, വേറെ പല മെഡിസിൻ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അനുഭവമുള്ള മെഡിസിനെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ? അന്നേരം ഈ ടൊബാക്കോ കഴിച്ചിട്ട് ചിലർക്ക് വായി ബിറ്റർ ടേസ്റ്റ് ഉണ്ടാകും, കോക്കുരസാണ്. ടൊബാക്കോ കഴിച്ചിട്ട് ഈ ചവച്ചിട്ട് പല അഗ്രവേഷൻ ഉണ്ടാകുന്ന ആഴ്സനിക്കാണ്. താങ്കൾ പറഞ്ഞില്ലേ, ലതാ മനോഹരൻ സാർ പറഞ്ഞില്ലേ, അതിന് സ്മോക്ക് അഗ്രവേഷൻ ആണെങ്കിൽ അക്കണൈറ്റും സിക്കൂട്ടായും സീക്കരിക്കോറുമാണ്. അക്കണൈറ്റും സിക്കൂട്ടാണ്, പക്ഷെ സ്മോക്കേഴ്സിനാണ് കൂടുന്നെങ്കിൽ സീക്കരിക്കോറാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 3 മിനിറ്റ് ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത്രയും നേരം എന്നെ സഹിഷ്ണുതയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി, നമസ്കാരം. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. കണ്ടതിൽ വളരെ സന്തോഷം മനോഹരൻ സാർ. പറഞ്ഞു. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 3 മിനിറ്റാണ് ഉള്ളത്. ഹാൻഡ് റൈസ് ചെയ്താല് പെട്ടെന്ന് ചോദിക്കാം. ഞാൻ ഡാഫിയാന ഇൻഡിക്ക കൊടുത്ത് ഒരുപാട് ആൾക്കാരുടെ പുകവലി അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിംഗ് ഉണ്ട്, ഹിപ്നോതെറാപ്പി ചെയ്യാറുണ്ട്. അതുകൂടാതെ കൗൺസിലിംഗ് പ്രധാനം പറയുന്നത് നിങ്ങളെ സെക്സൽ പ്രോബ്ലംസിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. ബ്ലഡ് ഫ്ലോ, അതായത് ഈ പെനിസിൽ സെക്സൽ ഓർഗൻസിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണല്ലോ ഇറക്ഷൻ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് ഈ കുതിര, പണ്ടൊക്കെ രാജാക്കന്മാര് കടന്മാരെ തന്നെ പിടിക്കുന്നത്, കുതിരപ്പുറത്ത വന്നത്. അത് കുതിരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി. കുതിര ടൊബാക്കോ ഗാർഡനിൽ കയറിയില്ല. എന്നാലും കടന്മാർ ടൊബാക്കോ ഗാർഡനിൽ കയറി ഈ കഥയൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കുറച്ച് മെഡിസിനും ഇതുമൊക്കെ കൊടുക്കണം. തീർച്ചയായിട്ടും ഒരുപാട് പേരെ ഞാൻ പുകവലിയിൽ നിന്ന് മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഒക്കെ പറ്റും. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആൾക്കാരെ കൗൺസിലിങ്ങും ഈ സൈക്കോതെറാപ്പി ഒക്കെ ചെയ്ത്, അതുപോലെ ഹിപ്നോതെറാപ്പി അതിൻ്റെ ഒരു വശമാണ്. മറ്റേ ഇതൊരു ക്രേവിങ്സ് ആണ്, ഒരു ഈ മദ്യപാനം പോലെ തന്നെ ഒരു ഡിസീസാണ്. അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് മാറ്റിയിട്ട് പിന്നെ ഈ അഞ്ചൈനോത്രോ ATO ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ കണ്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ATOയുടെ മെഡിസിൻ, തപ്പിയപ്പോൾ കാണുന്നില്ല. അത് ഇനി എന്നേലും ക്ലാസ് എടുക്കുമ്പോൾ നോക്കി ഞാൻ പറയാം. ഞാൻ ഇവിടെ കുറിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇന്നിപ്പം ഇത്രയും നല്ല ക്ലാസ് എടുത്ത സാറിന് മനോഹരൻ സാർ ഒരു നന്ദി പറയണേ. പറയാം നന്ദിയോടെ പറയാം. കാരണം ഡോക്ടറെ കാര്യം എപ്പോഴും വീട്ടിൽ സംസാരിക്കാറുണ്ട്. കുബ് സാറ് ഇന്ന് ക്ലാസ് എന്ന് പറയുമ്പോൾ
ലേക്ക് പെട്ടെന്ന് ആ ഒരു സന്തോഷം. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുമെങ്കിലും സാറിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് സാറിന്റെ ആണ്. അത് എസ്പെഷ്യലി ഈ ടുബാക്കോയുടെ ഒരു പിന്നെ ബാഡ് വശമാണ് ഡോക്ടർ അത് കണ്ടിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ അത് ഡോക്ടർ ഇന്ന് സംസാരിച്ചപ്പം കിട്ടിയിട്ടുള്ള വിവരങ്ങൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ അടുത്തായിട്ട് മരണപ്പെട്ട നമ്മുടെ പിന്നെ എന്താ ഒരു നല്ലൊരു നടനുണ്ടായിരുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ. അതെ അതെ അതെ. അദ്ദേഹം പറഞ്ഞു സറണ്ടറായി. ഞാൻ സ്മോക്കിംഗ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ ഡോക്ടർ അത് എടുത്ത് വളരെ നന്നായിട്ടുണ്ട്. കുറെ പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തായതുകൊണ്ട് നല്ലൊരു പ്രയോജനം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഡോക്ടറെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ലപോലെ ക്ലാസ് എടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ലതയിരുന്നാണ് അത് കേൾക്കാറുള്ളത്. വളരെ നന്ദി ഡോക്ടറെ. എല്ലാവർക്കും വേണ്ടി, എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി സാറിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേരിലും ലതയുടെ പേരിലും പറയുന്നു ഡോക്ടറെ. നന്ദി മനോഹരൻ സാറ്. എന്തായാലും നന്ദി പറയുന്ന സാർ എത്തിയതിന് വളരെയധികം നന്ദി സാറിനോട് പറയുന്നു. ഇനിയും ഞങ്ങളുടെ സൂമുകളിലെല്ലാം പങ്കെടുക്കണം, എല്ലാ ദിവസവും പങ്കെടുക്കണം. ഏതായാലും ഇന്നത്തെ നമ്മുടെ 2009 പ്രതിദിന സൂം വെബിനാർ ഇത്രയും നല്ല ഭംഗിയാക്കിയ ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി അടുത്ത വിഷയമായിട്ട് സാർ എത്രയും വേഗം വീണ്ടും വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ 2009 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.